റിപ്പോർട്ട് ബ്രേക്കിംഗ്. സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിലുള്ള മലപ്പുറം മുണ്ടേരി കൃഷി ഫാമിലെ നിയമനങ്ങൾ അട്ടിമറിച്ചുവെന്ന പരാതി. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ നിയമനം നിർത്തിവെക്കാൻ സംസ്ഥാന കൃഷി ഡയറക്ടർ ഉത്തരവിട്ടു. ജോലിയിൽ പ്രവേശിക്കാനെത്തിയ ഉദ്യോഗാർത്ഥികളെ തിരിച്ചയച്ചു. 2024-25 വന്ന 51 ഒഴിവുകളിലേക്കാണ് പുതിയ നിയമനം നടന്നത്. ഇതിൽ 40 പുരുഷന്മാരും 11 സ്ത്രീകളുമാണ് ഉള്ളത്. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് നിയമനം അട്ടിമറിച്ചത് എന്നാണ് ആരോപണം. തൊഴിലാളികളുടെ പരാതി എന്ന് പറയുന്നത് അവർക്ക് നിയമപരമായി നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം ലഭിച്ച തൊഴിലാളികളാണ്. അത് ഒരു സുപ്രഭാതത്തിൽ ഒരു ഘട്ടത്തിൽ അത് നിർത്തിവെക്കുന്നു എന്നുള്ളത് പറയണം. ഒരു സർക്കാർ സ്ഥാപനമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നിയമപരമായ ഒരു ഇത് വേണം. അതില്ലാതെ ഒരു ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെച്ചു എന്നൊരറിയിപ്പ് വരികയും ഇവിടെ ഫാമിലുള്ള അധികാരികൾ ഈ വിവരം കിട്ടിയപ്പോൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ നിങ്ങൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉദ്യോഗാർത്ഥികൾ ജോലിക്കായിട്ട് വരികയാണ്, അപ്പോഴാണ് മടക്കി അയക്കണം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പിന്നെ റാങ്ക് ലിസ്റ്റിൽ വന്നു. നിയമന ഉത്തരവും കൈപ്പറ്റിയ ഒരാളാണ് ഞാൻ. നിയമന ഉത്തരവുമായി ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി ചെന്ന സമയത്താണ് ഫാമിൽ താൽക്കാലികമായിട്ട് ഈ ജോലി നിയമനം നിർത്തിവെച്ചു എന്ന് പറഞ്ഞത്. ശനിയാഴ്ചയാണ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ലെറ്റർ കിട്ടിയത്. ഇങ്ങനെ നിയമനത്തിന് ചെല്ലാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ തിങ്കളാഴ്ച അവിടെ എത്തിയപ്പോഴേക്കിനും അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് നിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഓർഡർ കിട്ടിയിട്ടില്ലല്ലോ. കാരണം ഓർഡർ അവിടെ ഒരു ഇടണ സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കയ്യാലെ വാങ്ങിപ്പോരുകയാണ് ചെയ്തത്. മുബഷീർ പി അക്ബർ വിവരം നൽകും. മുബഷീർ, ഈ നിയമനങ്ങൾ നിർത്തിവെച്ചതിന് എന്ത് ന്യായീകരണമാണ് നൽകുന്നത്? സ്ത്രീകളും പുരുഷന്മാരും അടക്കം നിരവധി പേർക്ക് നിയമനം ലഭിച്ച് ചെല്ലുമ്പോൾ പിന്നെ ആ ജോലിയില്ല എന്നുള്ള അവസ്ഥ എന്താണ് ഇതിന് കാരണമായി പറയുന്നത്? വ്യക്തമായിട്ടുള്ളൊരു കാരണം ഇതുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് പറയാൻ സാധിക്കുന്നില്ല. സ്മൃതി, മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ മുണ്ടേരി കൃഷി ഫാമാണ്. ഇത് ഏകദേശം 350-ലധികം വരുന്ന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കൃഷി ഫാമിലേക്കായിരുന്നു 2024-25 വർഷത്തിൽ 51 പോസ്റ്റുകളിലേക്ക് നിയമനം നടത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയായിരുന്നു നിയമനം നടത്തിയിരുന്നത്. അതിനുശേഷം കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അവർക്ക് നിയമനത്തിനുള്ള ഓർഡറും ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ അവിടെ ജോലിക്ക് വേണ്ടി ജോയിൻ ചെയ്തതിനു വേണ്ടി എത്തിയ സമയത്താണ് ഇത്തരമൊരു കാര്യം അവർ അറിയുന്നത്. കൃഷി വകുപ്പ് ഡയറക്ടറാണ് ഇവരുടെ നിയമനം പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പ്രസിദ്ധീകരിക്കുന്നത്. എന്താണ് നിയമനം ഒഴിവാക്കുന്നതിന് കാരണമെന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. നിയമനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഓർഡറിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. 40 പുരുഷന്മാരും 11 സ്ത്രീകളുമാണ് ഈ നിയമനം ലഭിച്ചതിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് കാലങ്ങളോളം ഈ ജോലിക്ക് വേണ്ടി കാത്തിരുന്ന ആളുകളാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി അവർക്ക് ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി ലഭിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോയ ഘട്ടത്തിലാണ് ഇത്തരമൊരു അനുഭവം അവരെ സംബന്ധിച്ചിട്ടുണ്ടായത്. എന്തായാലും അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളുള്ളത്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്താണ് അവർ ഒഴിവ് വന്ന ഈ പോസ്റ്റുകളിലേക്ക് 51ഓളം പോസ്റ്റുകളിലേക്ക് അവർ അപേക്ഷ സമർപ്പിക്കുന്നത്. എക്സ്ചേഞ്ച് വഴി അവർ തെരഞ്ഞെടുക്കപ്പെടുന്നു. അതിനനുസരിച്ചുള്ള അഭിമുഖങ്ങളും ടെസ്റ്റുകളൊക്കെ തന്നെ പാസ്സായി അവർക്ക് ഓർഡർ ലഭിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ജോലി ലഭിച്ചു എന്ന് പറയുന്ന ഓർഡർ ലഭിച്ചതിന് ശേഷമാണ് അവിടെ ജോലി ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജോലിയിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നത്. ആ സമയത്താണ് കൃഷി വകുപ്പ് ഡയറക്ടർ ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു വിവരം അവർക്ക് ലഭിക്കുന്നത്. എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവരെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം പ്രായം ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇനി ഒരു ജോലി ഇത്തരത്തിലൊരു ജോലി ലഭിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ നമ്മളോട് പങ്കുവെക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അട്ടിമറി നടന്നിട്ടുള്ളത്. LDF സർക്കാരിന്റെ കാലത്ത് വളരെ സുതാര്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട നിയമനം നടക്കുകയും പിന്നീട് UDF സർക്കാർ വന്ന ദിവസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ കൃഷി വകുപ്പ് ഡയറക്ടറെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് നിയമനങ്ങൾ പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. വർഷങ്ങളോളം ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനവുമില്ലാതെ മുന്നോട്ട് പോയിരുന്ന നിയമനങ്ങളായിരുന്നു. അക്കാര്യത്തിൽ വലിയ അട്ടിമറി നടന്നിട്ടുണ്ട്. അത് പുനഃപരിശോധിക്കണം, അവരുടെ നിയമനം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. ഇക്കാര്യത്തിൽ നിയമസഭയിൽ ഒരു ചോദ്യം ഉൾപ്പെടെ സലം MLA ഉന്നയിച്ചിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞിരുന്നത് ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെയുള്ള നിയമനമാണ് അവിടെ നടന്നിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യം പുനഃപരിശോധിക്കണം, അവരുടെ നിയമനം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. സ്മൃതി, ശരി, മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.